നമ്മുടെ കണ്ണിന് ചുറ്റുമാണ് നമുക്ക് ഏജിങ് സൈൻസ് ആദ്യം തന്നെ വരുന്നത്. അപ്പൊ കണ്ണിന് ചുറ്റുമുള്ള എന്തൊക്കെ സൈൻസ് ആണ് വരുന്നത്, അതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ കാണുന്ന ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഐ ബാഗ്സ് ആണ്. അപ്പം ഐ ബാഗ്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ബ്ലെഫറോപ്ലാസ്റ്റി ആണ്. അത് സർജിക്കലി ഉള്ള ഓപ്ഷൻ. സർജിക്കൽ പ്രൊസീജിയർ ഓപ്റ്റ് ചെയ്യേണ്ട എന്നുള്ളവർക്ക് നമുക്ക് ഐ ബാഗ് കവർ ചെയ്ത് കൊണ്ട് തന്നെ ക്യാമോഫ്ലേജ് ചെയ്ത് നമുക്ക് ഡെർമൽ ഫില്ലേഴ്സ് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ടെന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ചേഞ്ച് എന്ന് പറയുന്നത് അണ്ടർ ഐ ഹോളോനെസ് ആണ്. ഹോളോനെസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയ അവിടുത്തെ സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ ഡിപ്ലീറ്റ് ചെയ്തിട്ടാണ് ഹോളോനെസ് വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഓവറോൾ ഒരു ടയേർഡ് ലുക്ക് വരെ, അല്ലെങ്കിൽ ഒരു കരഞ്ഞിട്ടുണ്ടോ കണ്ണിന്റേതായിട്ടുള്ള ഒരു സാഡ് അപ്പിയറൻസ് വരുന്ന ഒരു ചേഞ്ച് ആയിരിക്കും ഹോളോനെസ്. ഹോളോനെസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഡെർമൽ ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് വെച്ചിട്ടുള്ള പ്രൊസീജിയർ ആണ്. പിന്നെ ഈ കാണുന്ന ചേഞ്ച് എന്ന് പറയുന്നത് റിംഗിൾസ് ആണ്. ഓക്കെ, റിംഗിൾസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ബൊട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്യൂരിഫൈഡ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ സേഫ് ആണോ എന്നുള്ളതാണ്. വളരെ സേഫ് ആണ്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഇൻജക്ടറിന് വളരെ സേഫ് ആയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് സിമ്പിൾ ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഈ പ്രൊസീജിയർ ഒക്കെ സേഫ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ കൺസേൺ എന്നുള്ളത് കമന്റ് ചെയ്യാം. താങ്ക് യു.